നാം ചെയ്ത ഒരു ചെറിയ നന്മയാണെങ്കിലും ഒരു വലിയ നന്മയാണെങ്കിലും ശരി, അള്ളാഹു അത് 10 മടങ്ങായി ഇരട്ടിയാക്കിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. അവനാണ് ഷക്കൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ നാം അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനെ ഹിഫ്ളാക്കുക, ഇതെല്ലാം പുണ്യകർമ്മമായ കാര്യങ്ങളായിക്കൊണ്ട് നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു പുതിയ നാമം നാം പഠിക്കുകയാണ്. അള്ളാഹു അഷ്ഷക്കൂറാണ്. അള്ളാഹു അഷ്ഷക്കൂറാണ്. സ്വാഭാവികമായും നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ കാര്യത്തിന് തിരിച്ചൊരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു നന്ദിയുള്ള ഒരു സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. അതൊരു മനുഷ്യപ്രകൃതമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഷക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, അതിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാനുണ്ട്, അതിൻ്റെ തേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നാം അള്ളാഹു ഷാക്കിറാകുന്നു എന്ന നാമത്തെക്കുറിച്ച് പഠിച്ചു. അള്ളാഹു ഷാക്കിറാണെന്ന് പറയുമ്പോൾ അള്ളാഹു നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ അടിമകളിൽ നിന്ന് നന്ദി ഇഷ്ടപ്പെടുന്നു, നന്ദിയുള്ള അടിമകളായി മാറാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു. എന്നാൽ ആ ഷാക്കിർ എന്ന നാമത്തിനേക്കാൾ ഒന്നുകൂടി വിപുലമായതും അതുപോലെ തന്നെ അഗാധമായ അർത്ഥമുള്ളതുമാണ് അഷ്ഷക്കൂർ എന്ന നാമം. അള്ളാഹു ഷാക്കിറാണെന്ന് പറയുമ്പോൾ അള്ളാഹു നന്ദിയുള്ളവനാണ്. എന്നാൽ അള്ളാഹു അഷ്ഷക്കൂർ എന്ന് പറയുമ്പോൾ അതിന് വിപുലമായ അർത്ഥമുണ്ട്, അതുപോലെ തന്നെ അതിന് അഗാധമായ ആശയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിരവധി തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് അഷ്ഷക്കൂർ എന്ന് പറയുന്നുണ്ട്. സൂറത്തു ശൂറയിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ. അള്ളാഹു പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനും അതുപോലെ തന്നെ ഏറ്റവും നല്ല നന്ദി കാണിക്കുന്നവനുമാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്തുൽ ഫാത്തിറിൻ്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖാലുൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബന ലഗഫൂറുൻ ഷക്കൂർ. അവിടെയും അള്ളാഹു എടുത്തു പറഞ്ഞത് അള്ളാഹു ഏറെ പാപം പൊറുക്കുന്നവനും അതുപോലെ തന്നെ ഏറെ നന്ദി കാണിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ വീണ്ടും പറഞ്ഞു, ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ. വേറൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് വല്ലാഹു ഷക്കൂറുൻ ഹലീം. അള്ളാഹു ഷക്കൂറാണ്, ഹലീമാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഷക്കൂർ എന്ന് പറഞ്ഞ നാമത്തെ എടുത്തു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയതലങ്ങൾ എന്താണ്, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു അഷ്ഷക്കൂർ എന്ന് പറയുമ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര അങ്ങേയറ്റം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ നന്ദി പ്രകടനമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അഷ്ഷക്കൂറാണ്, ഗഫൂറാണ്, ഷക്കൂറാണെന്നാണല്ലോ ആയത്തുകളിലെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ തെറ്റുകൾ അടിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ആ തെറ്റു മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ. അതിനു മാത്രമാണ് ഒന്നുകിൽ അള്ളാഹു ശിക്ഷിക്കുക, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ നന്മയുടെ വിഷയത്തിലാണെങ്കിലോ അള്ളാഹു എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാം എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്തു നൽകാൻ കഴിവുള്ളവനാണ്. അങ്ങനെ നന്ദി കാണിക്കും അടിമകളോട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നാം ചെയ്ത ഒരു ചെറിയ നന്മയാണെങ്കിലും ഒരു വലിയ നന്മയാണെങ്കിലും ശരി, അള്ളാഹു അത് 10 മടങ്ങായി ഇരട്ടിയാക്കിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. അവനാണ് ഷക്കൂർ. അതാണ് അതിൻ്റെ ആശയം. അതായത് ചെയ്ത തിന്മകൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുവാനും അതോടൊപ്പം ആ എത്രയാണോ ചെയ്തത് അത്ര തോതിൽ മാത്രം ശിക്ഷിക്കുവാനും അതിനെ രേഖപ്പെടുത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നന്മകളാണെങ്കിലോ അതെത്ര ചെറുതാണെങ്കിലും വമ്പിച്ചതായ പ്രതിഫലങ്ങളാക്കി മാറ്റാനും അതിനെ ഇരട്ടിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം അല്ല, 700ഓളം പ്രതിഫലമാണ് വിശുദ്ധ ഖുർആൻ ഓഫർ നൽകുന്നത്. ഒരാളൊരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു ആശറു അംസാലിഹ, അവന് അതിന് തത്തുല്യമായ 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ 1 രൂപ സ്വതക്കയായി കൊണ്ട് നൽകിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ
അവന് ലഭിക്കുന്ന പ്രതിഫലം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്നറിയോ? ഒരു ധാന്യം അത് വിത്തായി, അത് പിന്നെ പൊട്ടിമുളച്ച്, അത് മുളച്ചു പൊന്തി, അതിൽ 7 കതിരുകൾ വന്നു. ഓരോ കതിരുകളിലും 100 വീതം അതിൻ്റെ ധാന്യമണികൾ മുളച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ 7 × 100 700 കതിര്, ഓരോ കതിരിലും 100 വീതം, മൊത്തം 700 ധാന്യമണികൾ അതിലുണ്ടായതുപോലെയാണ് ഇവൻ 1 രൂപ കൊടുത്താൽ 700 രൂപ കൊടുത്തതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അതിനെ വീണ്ടും ഇരട്ടിപ്പിച്ച് വർദ്ധിപ്പിച്ച് നൽകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മകൾക്ക് 10 മടങ്ങ് പ്രതിഫലം നൽകാൻ അള്ളാഹു കഴിയുന്നു, അള്ളാഹു തീരുമാനിക്കുന്നു. അങ്ങനെ അടിമകളോട് നന്ദി കാണിക്കുന്നവനായി അള്ളാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു. അവനാണ് അഷ്ഷക്കൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞെന്താ? മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ഒരു നന്മ കൊണ്ടുവന്നാൽ അതിന് 10 പ്രതിഫലം. വമൻ ജാഅ ബിസ്സിയ്യതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ, ഒരാൾ ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ തെറ്റിന് തത്തുല്യമായ ശിക്ഷയല്ലാതെ, അല്ലെങ്കിൽ അതിനൊരു തത്തുല്യമായ രൂപത്തിലുള്ള പ്രതിഫലനമല്ലാതെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ല, അവരൊരിക്കലും ആക്രമിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. അങ്ങനെയുള്ളവനാണ് അഷ്ഷക്കൂർ. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്. അടിമകളോട് അങ്ങേയറ്റം നന്ദിയുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്വഹാബി വരുമ്പോൾ തൻ്റെ കയ്യിൽ കടിഞ്ഞാണിട്ട ഒരു ഒട്ടകത്തെ കാണാൻ സാധിക്കും. ആ ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ദാനം ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വഹി ഇറക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു, അന്ന റജുലൻ തസദ്ദഖ ബിനാഖത്തിൻ മഖ്തൂതത്തിൻ, ഒരു കടിഞ്ഞാണിട്ട ഒട്ടകവുമായി കൊണ്ട് സ്വതക്ക ചെയ്യാൻ വന്ന ആ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലയഅതിയന്ന യൗമൽ ഖിയാമത്തി ബി 700 നാഖത്തിൻ മഖ്തൂതത്തിൻ, നിനക്ക് നാളെ പാരത്രിക ലോകത്ത് 700 കടിഞ്ഞാണിട്ട ഒട്ടകത്തെ നിനക്ക് പ്രതിഫലമായി അള്ളാഹു നൽകുന്നു എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ അവിടെ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരൊട്ടകം കൊടുത്തപ്പോൾ 700 ഒട്ടകം എവിടെയാണ്? എന്നൊന്നും നമുക്ക് കഴിഞ്ഞുകൂടേണ്ട പാരത്രിക ലോകത്ത്, വിജയം ലഭിക്കേണ്ട പാരത്രിക ലോകത്ത് അള്ളാഹു നമുക്ക് നൽകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു ഒന്ന് കൊടുത്തപ്പോൾ 700 തിരിച്ചു നൽകുന്ന അത്രയും നന്ദിയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല, അവനെ നമ്മൾ അടുത്തറിയണം, അവനെ നമ്മൾ മനസ്സിലാക്കണം, ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം, ആ റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. നന്മയൊന്നും നിസാരമായി കാണരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം ഒരു നന്മയ്ക്ക് ഇത്രയേറെ പ്രതിഫലമാണ് അള്ളാഹു ഓഫർ നൽകുന്നത്. അവൻ നന്ദിയുള്ളവനായതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന നന്മകൾക്കെല്ലാം 10 മടങ്ങ് ഇരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, എത്ര നിസാരമാണെങ്കിലും ശരി നന്മകളെ ഒന്നും നിസാരമാക്കി കാണരുത് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്നറിയോ? നീ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിസാരമായി കാണരുത് എന്നാണ്. അതിനു പോലും പ്രതിഫലമുണ്ട്. അതിന് തന്നെ ഇരട്ടിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നു എന്നാണ്. അത്രയും നന്ദിയുള്ളവനാണ് അഷ്ഷക്കൂറായ അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുകളുടെ ദൃഷ്ടിയിൽ അതൊരു നിസാരമായ പ്രവർത്തനമാണെങ്കിലും ശരി, നന്മയാണോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതായ പ്രതിഫലം ലഭിക്കുന്ന മഹനീയമായ കർമ്മമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, വലൗ ബിശിഖ്ഖി തംറിൻ, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണം എന്നാണ്. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ ഒരു കാരക്ക ദാനം ചെയ്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമെന്നാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ നമുക്കതിൽ പ്രതിഫലനം ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നത്. നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ, ജീവിതത്തിൽ തിന്മകൾ ചെയ്ത ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരൊറ്റ
നന്മ കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അവൻ്റെ പാപങ്ങളെ പുറത്തു കൊടുത്തു എന്നാണ്. അപ്പോൾ നന്ദി കാണിക്കണം, നന്ദിയുള്ളവരായി മാറണം. 2 കാര്യങ്ങളിൽ പ്രധാനമായി നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ്, 2 പടപ്പുകളുടെ വിഷയത്തിലാണ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നാം നന്ദി കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പടപ്പുകളുടെ വിഷയത്തിലും നമുക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. നമുക്ക് നന്ദി കാണിക്കാൻ സ്വതക്കകൾ തന്നെ ചെയ്യണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവിശാലമായ ആ ഒരു നന്ദി സൂചകം അല്ലെങ്കിൽ പ്രതിഫലം, ഇതെല്ലാം നമുക്ക് എത്ര കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ ഹദീസുകളിൽ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് വമ്പിച്ച പ്രതിഫലം, 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് സ്വർഗത്തിൽ കൃഷിയിടം ലഭിക്കുന്നു. എന്തെല്ലാം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഓഫർ നൽകുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അത് സ്വതക്കയാണ്. ആ സ്വതക്ക ചെയ്യുന്നതിലൂടെ നമുക്ക് വമ്പിച്ച പ്രതിഫലം നൽകുന്നു. അങ്ങനെയുള്ളവനാണ് അഷ്ശക്കൂർ. ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മയ്ക്ക് പോലും അള്ളാഹു 10 മടങ്ങ് പ്രതിഫലം നൽകുന്നു എന്നതാണ് അള്ളാഹു അഷ്ശക്കൂർ എന്നതിനുള്ള ഒരു ഉത്തരമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തെ നാം ഈ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ ആയത്ത്, അതായത് സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്ത് അവതരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സ്വർണവും വെള്ളിയും തൻ്റെ മുതൽക്കൂട്ടായി സമ്പത്തായി ഒരുക്കൂട്ടി വയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ ആയത്ത് ഇറങ്ങുകയാണ്. ആയത്ത് എന്തെന്നറിയോ? വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ സ്വർണത്തിനെയും വെള്ളിയെയും സ്വതക്ക നൽകാതെ ഒരുക്കൂട്ടി വച്ചിരിക്കുന്ന ആളുകൾ, അവർ സന്തോഷവാർത്ത അറിയിക്കപ്പെടട്ടെ. എന്താണെന്നറിയോ സന്തോഷവാർത്ത? ആ സന്തോഷവാർത്ത എന്നത് ശക്തമായ വേദനാജനകമായ ഒരു ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കട്ടെ എന്നാണ്. സ്വഹാബികൾ അമ്പരന്നു. കാരണം അവരുടെ കൈകളിൽ സ്വർണമുണ്ടായിരുന്നു, വെള്ളികളുണ്ടായിരുന്നു. അവരുടെ സമ്പത്തായി അതിനെ സൂക്ഷിച്ചു വച്ചിരുന്നു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറി പായുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് എത്തി. എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, റസൂലെ, ഇങ്ങനെ ഒരു ആയത്ത് നമ്മൾ കേട്ടു, ഇനി ഞങ്ങൾ എന്താണ് നമ്മുടെ സമ്പാദ്യമായി ശേഖരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാകിറ. നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമായി ഒരുക്കൂട്ടേണ്ടത്, നിങ്ങളുടെ സമ്പാദ്യമായി നിങ്ങൾ ഒരുക്കൂട്ടേണ്ടത് എന്തെന്നറിയോ? ഖൽബൻ ഷാകിറ, നല്ല നന്ദിയുള്ള ഹൃദയമാണ് എന്നാണ്. നന്ദിയുള്ള ഹൃദയമുണ്ടാകണം. അതോടൊപ്പം വലിസാനൻ ദാക്കിറ, എപ്പോഴും റബ്ബിനെ സ്തുതിക്കുന്ന, റബ്ബിനെ സ്മരിക്കുന്ന ഒരു നാവുണ്ടാകണമെന്ന് പറഞ്ഞു. വസൗജതൻ മുക്മിനതൻ, ഒരു നല്ല മുക്മിനായ പെണ്ണിനെയാണ് നീ വിവാഹം കഴിക്കേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണിൻ്റെ വിശേഷണം കൂടി പറഞ്ഞു. എന്താണെന്നറിയോ? തുഈനുഹു അലാ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്നവളായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉപദേശിക്കുന്നുണ്ട്. അതിലൊന്നാമത് പറഞ്ഞെന്നറിയോ? ഖൽബൻ ഷാക്കിറ, നല്ല ഹൃദയം. എങ്ങനെയുള്ള ഹൃദയം? ശുക്ർ ചെയ്യുന്ന ഹൃദയം ഉണ്ടാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് നന്ദിയുള്ള ഹൃദയം? ആർക്കാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കും നന്ദി കാണിക്കണം, പടപ്പുകൾക്കും നന്ദി കാണിക്കണം. ഒന്നാമതായി കാണിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വ്യത്യസ്തമായ ആയത്തുകളിൽ സഹാബികളെക്കുറിച്ച്, അതുപോലെ തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെക്കുറിച്ചെല്ലാം പറഞ്ഞത് അബ്ദൻ ഷക്കൂറ എന്നാണ്. അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമയായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ റബ്ബിന് നന്ദിയുള്ള അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം പടപ്പുകൾക്കും നന്ദി കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? ലാ യഷ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയില്ല. മല്ലാ യഷ്കുറുന്നാസ്, ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവർ. അപ്പോൾ ജനങ്ങളോട് നന്ദിയില്ലാത്തവർ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവർ ജനങ്ങളോടും നന്ദി കാണിക്കുകയില്ല. ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോടും നന്ദി കാണിക്കണം, റബ്ബിനോടും നന്ദി കാണിക്കണം. അതിലേറ്റവും പ്രാധാന്യം ആർക്കാണ്? അള്ളാഹുവിന് നന്ദി കാണിക്കലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്.
അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുക? നമ്മുടെ മനസ്സ, വാച, കർമ്മണ, ഇങ്ങനെ എല്ലാ മേഖലയിലും റബ്ബിന് നന്ദി കാണിക്കണം. മനസ്സുകൊണ്ട് നാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത്, റബ്ബേ നീ എനിക്കതെല്ലാം നൽകിയല്ലോ, കണ്ണ് നൽകി, കാതു നൽകി, കാലു നൽകി, കൈകൾ നൽകി, എനിക്കെല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ നൽകി. എത്രയെത്ര അനുഗ്രഹങ്ങൾ! വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താ? വ ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളെ ചിന്തിച്ചു മനസ്സിലാക്കി, റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് അളവറ്റതാണ് എന്ന ചിന്തയോടുകൂടി ഹൃദയത്തിൽ നന്ദി ഉണ്ടാകണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ വാചകത്തെ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ബിൽഖീസ് രാജ്ഞിയുടെ ആ ഒരു സിംഹാസനം നിമിഷ നേരം കൊണ്ട് തൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഒരു അനുഗ്രഹം നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഇതെൻ്റെ കഴിവാണ് എന്ന്. അദ്ദേഹം വാദിച്ചില്ല ഇതെൻ്റെ മുഅ്ജിസത്ത് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നൊന്നും വാദിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅഷ്കുറു അം അക്ഫുർ. എന്തെന്നറിയോ? ഇതെൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ഇതെന്തിനാണെന്നറിയോ? ഇത് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല കുഫർ കാണിക്കുന്നുണ്ടോ എന്നല്ല പരീക്ഷിക്കാനും വേണ്ടിയിട്ടെന്നാണ്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി എന്നറിയോ? വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും റബ്ബിന് നന്ദി കാണിച്ചാൽ അത് സ്വന്തത്തിന് തന്നെയാണ് അതിന് ഉപകാരം ഉണ്ടാവുക. സ്വന്തത്തിന് നന്ദി കാണിക്കണം. കാരണം റബ്ബിന് നന്ദിയില്ലാത്ത രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ശരീരമാണ് പരലോകത്ത് കുറ്റവാളികളുടെ കൂട്ടത്തിൽപ്പെട്ട് നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നത് നമുക്ക് നാളെ നമ്മുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ സ്വന്തത്തിന് നന്ദി കാണിക്കുക എന്നതാണ്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞെന്നറിയോ? അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ആരെങ്കിലും അള്ളാഹുവിന് വഴിപ്പെടാതെ കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ആരെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല അവനെക്കുറിച്ച്. അവൻ്റെ വിഷയത്തിൽ യാതൊരു ആവശ്യമില്ല. ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കുഫർ കാണിച്ചുകൊണ്ട് ജീവിച്ചാലും അള്ളാഹു പറയാണ് ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. അള്ളാഹു അവൻ മാന്യനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഗനിയാണ്, സമ്പന്നനാണ്. നിങ്ങളുടെ നന്ദിയുടെ ഒരു ആവശ്യമില്ല അള്ളാഹുവിന്. പക്ഷേ നിങ്ങൾ നന്ദി കാണിക്കുന്നത് എന്തിന്? അത് നിങ്ങളുടെ സ്വന്തത്തിന് തന്നെയാണ്, നിങ്ങളുടെ വിജയത്തിന് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കാൻ സാധിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മുടെ നാവുകൾ കൊണ്ട് കാണിക്കാൻ കഴിയുന്ന നന്ദിയാണ്. എങ്ങനെയാണ് നാവുകൾ കൊണ്ട് റബ്ബിനെ നന്ദി കാണിക്കാൻ കഴിയുക? റബ്ബിനെ സ്തുതിക്കുക, നന്ദിയുടെ വാചകങ്ങൾ ഉച്ചരിക്കുക, അൽഹംദുലില്ലാ എന്നു മനസ്സുറച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും അൽഹംദുലില്ലാ എന്ന് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിച്ച് എണീറ്റ് പോവലല്ല, വെള്ളം കുടിച്ച് ഗ്ലാസ് അവിടെ ഇട്ട് പോവലല്ല. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ നേടിയ എൻ്റെ പവറാണ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കലല്ല. മറിച്ച് അൽഹംദുലില്ലാ എന്നു മനസ്സുറച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ തുമ്മുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥകൾ, അത്തരത്തിലുള്ള അവസരങ്ങൾ അൽഹംദുലില്ലാ എന്ന് മനസ്സുറച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം മറ്റു നന്മകൾ, മറ്റു ദിക്റുകൾ പറയുക എന്നത് നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്ദി പ്രകടനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ശരീരങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മനസ്സാ വാച കർമ്മണ, കർമ്മങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? റബ്ബിന് നന്ദി കാണിക്കുക എന്നത്, സുജൂദ് ചെയ്യുക എന്നത്, അതുപോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക എന്നത് റബ്ബിന് നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കണ്ണ് തന്നു, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നാവ് തന്നു. അപ്പോൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം എന്ന കണ്ണിനെ, ആ കണ്ണുകൊണ്ട് മോശപ്പെട്ടതൊന്നും കാണാതിരിക്കുക എന്നത് അതൊരു നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹമായി കൊണ്ട് പലതും നൽകി. ആ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം അത് വച്ച് തിന്മകൾ ചെയ്യാതിരിക്കുക എന്നതും നന്മകൾ ചെയ്യുക എന്നതും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം പടപ്പുകളോട് എങ്ങനെയാണ് നന്ദി കാണിക്കുക? അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞു. അത് മനസ്സാ വാച കർമ്മണ നന്ദി കാണിക്കണമെന്നും പറഞ്ഞു. ഇനി പടപ്പുകളോടും നന്ദി കാണിക്കണം. കാരണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കുക പടപ്പുകളോട് നന്ദി കാണിക്കുമ്പോഴാണ്.
ആ നന്ദി കാണിക്കുക എന്നത് എങ്ങനെ സാധിക്കും? നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹുനൈൻ യുദ്ധത്തിൻ്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു അബി റബീഅ എന്ന് പറയുന്ന സഹാബിയിൽ നിന്നും 40,000 ദീനാർ കടം വാങ്ങിയെന്നാണ്. 40,000 ദീനാർ. യുദ്ധം കഴിഞ്ഞു, യുദ്ധാർജിത സ്വത്തുകൾ ശേഖരിച്ചു. ആ ശേഖരിച്ച സമയത്ത് ഈ 40,000 കടം തിരിച്ചു നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയതിനെ തിരിച്ചു നൽകുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കേടാ ശരി എന്ന് പറഞ്ഞു വിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ കാണാം എന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് മടക്കി അയക്കുന്നത്. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വ മാലിക്. അള്ളാഹു നിനക്ക് നിൻ്റെ കുടുംബത്തിലും നിൻ്റെ സമ്പത്തിലും ബറക്കത്ത് നൽകട്ടെ എന്നാണ്. എന്തിനാണെന്നറിയോ? കടം കൊടുത്തു. ആ കടം തിരിച്ചു കൊടുക്കുന്ന വേളയിൽ കടം തന്നതിൻ്റെ നന്ദി പ്രകടനമായിക്കൊണ്ട് ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ തീർന്നില്ല. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ജസാഉ സലഫ് അൽ ഹംദു വൽ അദാ. ഏറ്റവും നല്ല ശുക്ർ എന്നത് എന്തെന്നറിയോ? അത് ഏറ്റവും നല്ല ജസാ, പ്രതിഫലം എന്തെന്നറിയോ? അത് തിരിച്ച് കിട്ടിയതിനെ തിരിച്ചു കൊടുക്കുകയും അതിന് നന്ദി പ്രകടനം കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു അഷ്ഷക്കൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഏറ്റവും അധികം നന്ദി കാണിക്കുന്നവനാണ്. അഗാധാർത്ഥത്തിൽ നമുക്കതിൻ്റെ ആശയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നന്മകളെ, പ്രതിഫലങ്ങളെ ഇരട്ടിയാക്കി വമ്പിച്ചതാക്കി മാറ്റാൻ കഴിവുള്ളവൻ. അതോടൊപ്പം തിന്മകളെ അതിനെ മായ്ച്ചു കളയാനും പുറത്തു നൽകുവാനും കഴിവുറ്റവൻ. ആ രൂപത്തിൽ അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം ശുക്ർ ചെയ്യുന്നവൻ. അതോടൊപ്പം റബ്ബിന് നന്ദി കാണിക്കുന്ന അടിമയായി നമ്മൾ മാറണം എന്നതുകൂടിയാണ് ഈ നാമത്തിലുള്ള തേട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നന്ദി പ്രകടനം നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നാം പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അവർ ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് തിരിച്ചു നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. അവരെയും സഹായിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്ക് തിരിച്ചു നന്ദി പ്രകടനങ്ങളും പ്രാർത്ഥനകളും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് ബാധ്യതയുണ്ട്. അടിമകൾക്ക്, അതായത് അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് നന്ദിയുള്ളവരായി മാറാനും നമുക്ക് ബാധ്യതയുണ്ട്. ആ രൂപത്തിൽ ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയായി മാറാനും അള്ളാഹു സുബ്ഹാനഹു തആല നബിമാരെക്കുറിച്ച് പറഞ്ഞതുപോലെ അബ്ദൻ ഷക്കൂറ എന്ന് വിളിച്ചതുപോലെ നാം അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമയും നന്ദിയുള്ള അടിമയുമാകാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.